റാംപൂർ ഗ്രാമത്തിലെ നടുവിൽ പണ്ടുകാലം മുതൽ നിലനിൽക്കുന്ന വലിയ ആൽമരമുണ്ടായിരുന്നു. ദിവസത്തിൽ അത് കാഴ്ചയ്ക്ക് സാധാരണമായിരുന്നെങ്കിലും രാത്രിയാകുമ്പോൾ അതിന് ഭയാനകമായ രൂപം ഏറ്റെടുക്കുമെന്ന് ഗ്രാമവാസികൾ വിശ്വസിച്ചിരുന്നതിനാൽ ആൽമരത്തിന് സമീപം പോകാൻ ഒരാളും ധൈര്യപ്പെടാറിരുന്നത്. ആൽമരം അർദ്ധരാത്രിക്ക് ശേഷം ചില പേരുകൾ ചൊല്ലുന്നതായിരുന്നു. ചൊല്ലപ്പെടുന്നവർ 2 ആഴ്ചയ്ക്കകം മരണമടയുമെന്നാണ് വിശ്വാസം. എന്ന 16 വയസ്സുകാരൻ ഒരു രാത്രിയിൽ ടോർച്ചും ക്യാമറയുമെടുത്ത് ആൽമരത്തിനരികിലേക്ക് ചെന്നു. കാറ്റ് പെട്ടെന്ന് ശക്തമായി വീശിത്തുടങ്ങി. ടോർച്ച് നിശബ്ദമായി കത്തിയണഞ്ഞു. രവി, തിരിച്ചുപോ. ഒരന്തസ്സില്ലാത്ത ഇരുണ്ടതിലും അസ്വാഭാവികമായ വെളിച്ചത്തിലുമുള്ള മനുഷ്യ-എല്ലുകളും പഴയ വസ്ത്രങ്ങളും കണ്ടു. അത് കണ്ട് രവി ഭയന്നോടി തിരിച്ചു. പക്ഷേ അതിനുശേഷം അവൻ സാധാരണയല്ലായിരുന്നു. ഒന്നും സംസാരിച്ചില്ല. കണ്ണുകൾ മരത്തോട് പതിഞ്ഞ നിൽക്കുകയായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ 3 പേരുടെ പേരുകൾ കൂടി മരമൊലി ചൊല്ലിയതും അവർക്കെല്ലാം അപകടം സംഭവിച്ചതും ആൾക്കാർ മനസ്സിലാക്കി. ഗ്രാമത്തിലെ മുതിർന്നവൻ ഒരിക്കൽ തുറന്നു പറഞ്ഞത്, 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആൽമരത്തിന്റെ കീഴിൽ ഒരു മന്ത്രവാദിനിയെ ജീവനോടെ കത്തിച്ചതായും അവളുടെ ശാപമായിരുന്നു. ഈ മരത്തിൽ ഓർമ്മ നിലനിർത്തണം, ശബ്ദം വിളിക്കട്ടെ, അതിനും ശേഷം ആരും അവരെ രക്ഷിക്കരുത്. ഇന്നുപോലും രാത്രിയിൽ ആൽമരം ചിലർക്ക് പേരുകൾ വിളിക്കുന്നു. ചിലർ അത് കേട്ടുകൊണ്ടുറങ്ങുന്നതിന്റെ ഇടയിൽ മരിക്കപ്പെടുന്നു. പറയുന്നതിതാണ്, ഒരിക്കൽ ആൽമരം നിങ്ങളുടെ പേരും വിളിച്ചാൽ തിരിച്ചു പോകാനുള്ള വഴി ഇനി ഉണ്ടായിരിക്കില്ല.